ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കാണിക്കുന്നത് പിസയുടെ റെസിപ്പിയാണ്. അതായത് ഓവണൊന്നും ഇല്ലാതെ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് അടിപൊളിയായിട്ടുള്ളൊരു പിസ്സ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കിയാലോ. ഞാനിവിടെ ഒരു 400 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലുള്ള പീസ് തന്നെയാണ് എടുത്തത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നിറയെ മുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ 1 ടീസ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർക്കാം. ഇതിന് ഫ്രൈ ചെയ്തെടുക്കണം. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എല്ലുള്ള പീസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൽ നിന്ന് എല്ല് മാറ്റിയെടുക്കണം. ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ചിക്കൻ എല്ലാം ഇവിടെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ഇനി നമുക്കിതിലേക്കുള്ള സോസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 3 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കാം. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു പകുതി ക്യാപ്സിക്കം വേണം. ക്യാപ്സിക്കം ഇതുപോലെ തന്നെ ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 അല്ലി വെളുത്തുള്ളിയാണ്. അതും ചെറുതായി കട്ട് ചെയ്യാം. പിന്നെ ആവശ്യമുള്ളത് ഒരു സവാളയുടെ പകുതിയാണ്. അതുകൂടെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതാണ് ഞാൻ അടിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ച ടൊമാറ്റോ പേസ്റ്റ് ഇതിലേക്ക് ചേർക്കാം. ഇത് നന്നായി ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതൊന്ന് നന്നായി കുക്കായി വന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ആക്കിയെടുക്കാം. ഏകദേശം നമ്മുടെ പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ വെള്ളമൊക്കെ വറ്റിച്ച് ഇത്രയും ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മാവ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പോളം ചെറിയ ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ്, ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒരു 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഈസ്റ്റും പഞ്ചസാരയും ഉപ്പുമൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് കുറച്ചായി ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവിനേക്കാൾ കുറച്ചുകൂടി ലൂസുള്ളൊരു മാവാണ് നമുക്ക് ആവശ്യമുള്ളത്. ഞാനിപ്പോൾ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നല്ലപോലെ കുഴച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ആ നേരത്തെ എടുത്ത ബൗളിൽ തന്നെ കുറച്ചൊന്ന് ഓയിൽ തടവിയിട്ട് ഈ ഒരു മാവ് അതിൽ വെക്കുകയാണ്. ഇതിനെ നമുക്ക് കവർ ചെയ്തെടുക്കണം. ഇതിനെ ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നാൽ നല്ലപോലെ പൊങ്ങി വരും. ഒരു 2.5 മണിക്കൂറൊക്കെ ആയപ്പോഴേക്ക് നമ്മുടെ മാവ് സെറ്റായി വന്നിട്ടുണ്ട്. നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാം. കൂടുതൽ കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതിനെ ഹാഫാക്കി എടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 പീസായിട്ടാണ് ചെയ്യുന്നത്. അതിലൊരു ബോൾ എടുത്തിട്ട് ഫ്രൈ പാനിലേക്ക് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കൈകൊണ്ട് തന്നെ നല്ലപോലെ പരത്തിയെടുക്കാം. ഇത് പരത്തുന്ന സമയത്ത് കയ്യിൽ ഞാൻ അല്പം ഓയിൽ തടവിയിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ എല്ലാ ഭാഗവും ഒരുപോലെ ആവുന്ന രീതിയിൽ പരത്തിയെടുക്കാം. ബാക്കി ഉണ്ടായിരുന്ന മാവ് വേറൊരു പാനിൽ വെച്ച് ഇതുപോലെ തന്നെ കൈകൊണ്ട് നല്ലപോലെ ഓയിൽ തടവിയതിന് ശേഷം പരത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു മാവിൻ്റെ മുകളിൽ നമുക്ക് ഫോർക്ക് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കണം. കാരണം ഇതിങ്ങനെ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളത് വേവിക്കുന്ന സമയത്ത് പൊങ്ങി വരുമല്ലെങ്കിൽ. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് പിസ്സ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ നല്ലപോലെ ഡ്രൈ ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത്രത്തോളം ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് മുന്നേ തീ ഓഫ് ചെയ്താൽ മതി. ഞാനിങ്ങനെയാണ് ചെയ്യാറ്. അതും അല്ലെങ്കിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ പിസ്സ സോസ് വാങ്ങിക്കാൻ കിട്ടും, അത് ചേർത്താലും മതി. ഇനി നമുക്കിതിൻ്റെ മേലെ കുറച്ച് ക്യാപ്സിക്കം വെച്ച് കൊടുക്കാം. ഇതുപോലെ റൗണ്ടായി കട്ട് ചെയ്തതാണ്. ഉള്ളിലുള്ള സീഡൊക്കെ ഒഴിവാക്കി എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും ഇതിൻ്റെ മേലെ വെക്കാം. ഇനി ഇതിലേക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ചീസാണ്. മൊസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്, മിൽക്കി മിസ്റ്റിൻ്റെ. അതുകൂടെ നമുക്ക് ഈ പിസ്സയുടെ മുകളിൽ ഇട്ട് കൊടുക്കാം. എത്രയാണോ നമുക്ക് ആവശ്യമുള്ള അത്രയും ചേർത്ത് കൊടുക്കാം. ഒരു 200 ഗ്രാമോളം എന്തായാലും വേണം. ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ
ചീസിൻ്റെ സ്ലൈസ് ഉണ്ടെങ്കിൽ അതും ചെറുതായി കട്ട് ചെയ്ത് ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ടേസ്റ്റ് ഒന്നുകൂടെ കൂടും. എല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. അതിനാദ്യം തന്നെ ഒരു പത്തിരിക്കല്ല് വെച്ചിട്ടുണ്ട് സ്റ്റൗ ടോപ്പിൽ. എന്നിട്ട് അതിൻ്റെ മേലെയാണ് ഈ പാന് വെച്ചിട്ടുള്ളത്, നമ്മൾ പിസ്സയുള്ള പാന് വെച്ചിട്ടുള്ളത്. അടിയിൽ വെക്കുന്ന ചട്ടി ആദ്യം ഒരു 5 മിനിറ്റോളം പ്രീഹീറ്റ് ചെയ്യുന്ന പോലെ ചൂടാക്കി എടുക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്ക് ചെറിയ തീയിൽ വെച്ചാൽ മാത്രം മതി. നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മേലെ വെച്ച ചീസെല്ലാം നല്ലപോലെ ഒന്ന് മെൽറ്റായി വന്നാൽ മതി. അപ്പോൾ നമുക്കിത് കുക്കായി എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതാ ചീസെല്ലാം നല്ലപോലെ മെൽറ്റായിട്ടുണ്ട്. അടിയിൽ പിടിച്ചിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇത്. അങ്ങനെ ഓവണില്ലാത്തവർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ പിസ്സ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു പക്ഷേ എല്ലാവർക്കും അറിയുന്നതായിരിക്കാം പിസ്സയുടെ റെസിപ്പി. എന്നാലും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.